നേപ്പാളിലെ നിലവിലെ സാഹചര്യം എന്താണ്? പൊതുവെ സംഘർഷത്തിന് അയവ് വരുന്നു എന്ന് തന്നെയാണോ അവിടുത്തെ വാർത്തകൾ വ്യക്തമാക്കുന്നത്? ഒപ്പം ഭാരതീയരെ ഇന്ന് തിരിച്ചെത്തിക്കാനുള്ള പ്രത്യേക വിമാന സർവീസുകളുമുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. സുരേഷ്, ഇപ്പോൾ നിലവിൽ നേപ്പാളിലെ ഒരു സ്ഥിതി ഇപ്പോൾ അതായത് സംഘർഷത്തിൽ അല്പം അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ ചില നഗരങ്ങളിൽ കർഫ്യൂ നീട്ടിയിട്ടുണ്ട്. അത് കാഠ്മണ്ഡു, അതേപോലെ തന്നെ ലളിത്പൂർ, ഭക്തപൂർ എന്നീ ജില്ലകളിലാണ് നിരോധനാജ്ഞയും കർഫ്യൂവും നീട്ടിയിരിക്കുന്നത്. നാളെ രാവിലെ 6 മണി വരെയാണ് കർഫ്യൂ നീട്ടിയിരിക്കുന്നത്. അതേസമയം തന്നെ അവശ്യ വാഹനങ്ങൾക്കും അവശ്യ സാധനങ്ങൾ, അവശ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് പ്രവർത്തനാനുമതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാവിലെ 6 മുതൽ 9 വരെ, അതേപോലെ തന്നെ വൈകിട്ട് 5 മുതൽ 7 വരെയും നിത്യോപയോഗ സാധനങ്ങളും വാങ്ങിക്കുവാൻ വേണ്ടിയുള്ള അനുമതിയാണ് ഇപ്പോൾ സൈന്യം തന്നിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഈ കാഠ്മണ്ഡു വിമാനത്താവളം നേരത്തെ അടച്ചിരുന്നു ഈ ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഇപ്പോൾ സൈന്യം പൂർണ്ണമായും അത് ഏറ്റെടുത്ത് ഈ കാഠ്മണ്ഡു വിമാനത്താവളം തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കുടുങ്ങിയ ഭാരതീയരെ പൂർണ്ണമായും ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനായി കഴിഞ്ഞ ദിവസം കേന്ദ്ര വ്യോമയാന മന്ത്രി എയർ ഇന്ത്യയും ഇൻഡിഗോയുമായും ചർച്ച നടത്തിയിരുന്നു. ഒരു നിശ്ചിത നിരക്കിൽ കൂടുതൽ ഈ യാത്രക്കാരിൽ നിന്നും വാങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് തന്നെ ഈ ഓപ്പറേഷൻ ആരംഭിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് കേന്ദ്രമന്ത്രി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരേണ്ടിയിരിക്കുന്നു. എത്ര വിമാനങ്ങൾ അവിടേക്ക് പുറപ്പെടും, എപ്പോഴായിരിക്കും അവർ ഭാരതത്തിലേക്ക് തിരിച്ച് എത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ നിലവിൽ നേപ്പാളിലെ ഒരു സ്ഥിതി ശാന്തമായി തന്നെ മുന്നേറുകയാണ്. അതേസമയം തന്നെ ഇന്നൊരു പക്ഷേ ഈ താൽക്കാലിക സർക്കാർ രൂപീകരണം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സുരേഷ്, ശരി. ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.